സംഖ്യ 34 അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് നീ കൽപ്പിച്ചു പറയുക, നിങ്ങൾ കാനാൻ ദേശത്തേക്കെത്തുമ്പോൾ നിങ്ങൾക്ക് അവകാശമായി തീരാനിരിക്കുന്ന കാനാൻ ദേശം അതിൻ്റെ അതിർത്തികളനുസരിച്ച് ഇതാണ്. നിങ്ങൾക്ക് തെക്കേ അതിര് ഏദോമിൻ്റെ വശം ചേർന്ന് തീൻ മരുഭൂമി മുതലായിരിക്കും. ഉപ്പുകടലിൻ്റെ അറ്റത്ത് മുന്നോട്ടായിരിക്കും നിങ്ങൾക്കുള്ള തെക്കേ അതിർത്തി. എന്നിട്ട് നിങ്ങൾക്കുള്ള അതിർത്തി തെക്ക് നിന്ന് അക്രാബീം കയറ്റത്തിന് വലം വെച്ച് സിന്നിലേക്ക് കടക്കും. അതിൻ്റെ സീമാന്തങ്ങൾ കാദഷ് ബർണയായിലേക്കായിരിക്കും. അത് ഹസാർ അദ്ദാറിലേക്ക് മുന്നേറി അസ്മോനിലേക്ക് കടക്കും. ആ അതിർത്തി അസ്മോനിൽ നിന്ന് ഈജിപ്ത് അരുവിയിലേക്ക് തിരിയും. അതിൻ്റെ സീമാന്തങ്ങൾ സമുദ്രത്തിലേക്കാണ്. പടിഞ്ഞാറേ അതിർത്തി നിങ്ങൾക്ക് മഹാസമുദ്രം ഒരു അതിർത്തിയായി ഉണ്ടായിരിക്കും. അതാണ് നിങ്ങൾക്ക് പടിഞ്ഞാറേ അതിർത്തി. ഇതായിരിക്കും നിങ്ങൾക്കുള്ള വടക്കേ അതിർത്തി. മഹാസമുദ്രം മുതലുള്ള ഹോർ മലനിര നിങ്ങൾക്കായി നിങ്ങൾ അടയാളപ്പെടുത്തണം. ഹോർ മലയിൽ നിന്ന് ലെബോ ഹമാത്ത് വരെ നിങ്ങൾ അടയാളപ്പെടുത്തണം. അതിർത്തിയുടെ അറ്റങ്ങൾ സേദാദിലേക്ക് ആയിരിക്കും. തുടർന്ന് അതിർത്തി നീളുന്നത് സിഫ്രോനിലേക്കായിരിക്കും. അതിൻ്റെ സീമാന്തങ്ങൾ ഹസാർ ഏനാൻ ആയിരിക്കും. ഇതായിരിക്കും നിങ്ങൾക്കുള്ള വടക്കേ അതിർത്തി. നിങ്ങൾക്കുള്ള കിഴക്കേ അതിർത്തിയായി ഹസാർ ഏനാൻ മുതൽ ഷെഫാമിലേക്ക് നിങ്ങൾ അടയാളപ്പെടുത്തണം. ആയിനിൻ്റെ കിഴക്ക് നിന്ന് ഷെഫാം മുതൽ റിബ്ലായിലേക്ക് അതിർത്തി താഴേക്കിറങ്ങും. അതിർത്തി താഴോട്ടിറങ്ങി കിന്നരത്ത് കടലിൻ്റെ കിഴക്കേ ചരിവിനോട് ചേരും. ആ അതിർത്തി ജോർദാനിലേക്കിറങ്ങും. അതിൻ്റെ സീമാന്തങ്ങൾ ഉപ്പുകടൽ ആയിരിക്കും. ചുറ്റുമുള്ള അതിൻ്റെ അതിർത്തികളനുസരിച്ച് നിങ്ങൾക്കുള്ള ദേശം ഇതായിരിക്കും. മോശ ഇസ്രായേല്യരോട് ഇപ്രകാരം കൽപ്പിച്ചു: 9 ഗോത്രങ്ങൾക്കും ഗോത്രപാതിക്കുമായി കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ള ദേശം ഇതാണ്. അത് നിങ്ങൾ നറുക്കെടുപ്പ് വഴി അവകാശപ്പെടുത്തണം. എന്തെന്നാൽ തങ്ങളുടെ പിതൃഭവനമനുസരിച്ച് റൂബന്യഗോത്രവും തങ്ങളുടെ പിതൃഭവനമനുസരിച്ച് ഗാദ്യഗോത്രവും അവകാശം എടുത്തല്ലോ. മനാസയുടെ ഗോത്രപാതിയും എടുത്തു കഴിഞ്ഞു. 2 ഗോത്രങ്ങളും ഗോത്രപാതിയും ജെറീക്കോയുടെ ജോർദാനക്കരെ നിന്ന് ഉദയദിശയിൽ കിഴക്കോട്ടേക്ക് തങ്ങളുടെ അവകാശം സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: നിങ്ങൾക്കായി ദേശം അവകാശമായി തരുന്ന ആളുകളുടെ പേരുകൾ ഇവയാണ്: പുരോഹിതൻ എലയാസർ, നൂനിൻ്റെ മകൻ ജോഷുവ. ദേശം അവകാശമായി തരാൻ ഗോത്രത്തിന് ഒരു നേതാവിനെ വീതം നിങ്ങൾ തിരഞ്ഞെടുക്കണം. ആളുകളുടെ പേരുകൾ ഇവയാണ്: യൂദാഗോത്രത്തിന് യഫുന്നയുടെ മകൻ കാലബ്, ശിമയോന്യഗോത്രത്തിന് അമ്മിഹുദിൻ്റെ മകൻ ഷെമുവേൽ, ബെഞ്ചമിന്യഗോത്രത്തിന് കിസ്ലോൻ്റെ മകൻ എലിദാദ്, ധാന്യഗോത്രത്തിന് നേതാവ് യൊഗ്ലിയുടെ മകൻ ബുക്കി. ജോസഫിൻ്റെ പുത്രന്മാരിൽ നിന്ന് മനാസ്യഗോത്രത്തിന് നേതാവ് യഫോദിൻ്റെ മകൻ ഹന്നിയേൽ, എഫ്രായിമ്യഗോത്രത്തിന് നേതാവ് ഷിഫ്താൻ്റെ മകൻ കെമുവേൽ, സെബുല്യന്യഗോത്രത്തിന് നേതാവ് പർനാക്കിൻ്റെ മകൻ എലിസാഫാൻ, ഇസാക്കര്യഗോത്രത്തിന് നേതാവ് അസാൻ്റെ മകൻ പൽത്തിയേൽ, ആഷേര്യഗോത്രത്തിന് നേതാവ് ഷെലോമിയുടെ മകൻ അഹിഹൂദ്, നഫ്താല്യഗോത്രത്തിന് നേതാവ് അമ്മിഹൂദിൻ്റെ മകൻ പെദാഹേൽ. ഇസ്രായേല്യരെ കാനാൻ ദേശത്ത് അവകാശികളാക്കുന്നതിന് കർത്താവ് നിയോഗിച്ചത് ഇവരെയാണ്.